നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പൂരത്തിനൊരുങ്ങി തൃശൂർ നഗരം. പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം തുടരുന്നു. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി K രാജന്റെ മൊഴി. അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്ന് ആക്ഷേപം. കഴിഞ്ഞ വർഷം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവന്ന തന്റെ മൊഴി വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി K രാജൻ. അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴി നൽകിയതെന്നും മന്ത്രി. മുരിയാട് അമ്പു പ്രദക്ഷിണത്തിനിടെ നിയന്ത്രണം വിട്ട ബൈക്ക് പാഞ്ഞുകയറി 14 പേർക്ക് പരിക്ക്. വേഴേക്കാട്ട് സെന്ററിൽ നിന്നും പള്ളിയിലേക്ക് നടന്ന അമ്പു പ്രദക്ഷിണത്തിനിടയിലേക്കാണ് ബൈക്ക് ഇടിച്ചു കയറിയത്. നെന്മണിക്കര പഞ്ചായത്തിലെ ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. ചെറുവാൾ സ്വദേശികളായ മുഴുത്തോട്ടിപ്പറമ്പിൽ അമൽ, കോവാത്ത് വീട്ടിൽ സുജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് വീട് തകർന്നു വീണു. കടവിൽ കളങ്കര വീട്ടിൽ കുഞ്ഞുമോന്റെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലം പതിച്ച നിലയിലാണ്. മെയ് 20 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിവിധ കിഫ്ബി പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. തിരുവനന്തപുരത്ത് കിഫ്ബി ഹെഡ്ക്വാർട്ടേഴ്സിൽ ചേർന്ന യോഗത്തിൽ കിഫ്ബി അഡീഷണൽ CEO മിനി ആന്റണി, സീനിയർ ജനറൽ മാനേജർ P ശൈല, പ്രൊജക്ട് മാനേജർ അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ മികച്ച മാധ്യമപ്രവർത്തകയ്ക്കുള്ള രാംനാഥ് ഗോയങ്കെ ദേശീയ മാധ്യമ അവാർഡ് നേടിയ ജിഷ എലിസബത്തിനെ വടക്കാഞ്ചേരി പൗരാവലിയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയും പൗര സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മൺചട്ടികളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൊടകര കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മായന്നൂർ KSRMS ഗ്രാമീണ വായനശാലയിൽ നാടക പ്രവർത്തകർ നാടകാനുഭവങ്ങൾ പങ്കുവച്ചു. CM വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിലെ സർഗശേഷികൾ പരിപോഷിപ്പിക്കുന്നതിനായി അമ്പലപുരം വിദ്യാലയം UP സ്കൂളിൽ വേനൽക്കാല പഠനകളരി സംഘടിപ്പിച്ചു. ഡിവിഷൻ കൗൺസിലർ ഉഷാ രവി ഉദ്ഘാടനം ചെയ്തു. കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും പൊങ്കാല മഹോത്സവവും ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും കാർമ്മികത്വം വഹിച്ചു. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നീറ്റ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ ഇന്ന് നടന്നു. 5435 സെന്ററുകളിലായി നടന്ന പരീക്ഷയ്ക്ക് 22.7 ലക്ഷം പേരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ജില്ലയിൽ 20ഓളം കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടന്നത്. തൃശൂരിലെ ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ മേയറിട്ട മാല മാറ്റി പുതിയ മാലയിട്ട് യുവമോർച്ച പ്രവർത്തകർ. ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ കഴിഞ്ഞ ദിവസം മേയർ MK വർഗീസ് വടികൊണ്ട് മാലയിട്ടതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ബസവ ജയന്തി സംസ്ഥാന സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. സമ്മേളനം ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ദേശീയ ജനറൽ സെക്രട്ടറി ഈശ്വർ ഖണ്ഡ്രെ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ സംഘടനാ സ്ഥിതി വിലയിരുത്തി AICC. ഇതിന്റെ ഭാഗമായി നിയോജക മണ്ഡലം, ബ്ലോക്ക് മണ്ഡലം ചുമതല വഹിക്കുന്ന നേതാക്കളെ നേരിൽ കണ്ടു. ഏറിയാട് കേരളവർമ്മ ഗ്രൗണ്ട് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ കൂട്ടിയോട്ടം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ തിരുനാൾ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. കേന്ദ്രമന്ത്രിയെ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, KJ വിൻസെന്റ്, പിയൂസ് ഒലക്കെങ്കിൽ, വിൽസൺ നീലങ്കാവിൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു.
പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശ്വ ഔസേപ്പ് പിതാവിന്റെ തിരുനാൾ വളണ്ടിയർ സേനയ്ക്ക് പരിശീലനം നൽകി. ഗുരുവായൂർ ACP TS സിനോജ് വളണ്ടിയർ സേന പരിശീലനം ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ MK ബാബു അന്തരിച്ചു. 10 വർഷക്കാലം തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.